നമസ്കാരം. കളങ്കാവൽ സിനിമയിലെ സ്റ്റാൻലി ദാസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. സ്റ്റാൻലി വിവാഹിതരായ യുവതികളെ കണ്ടെത്തി പ്രണയിക്കും. എന്നിട്ട് അവരെ വിവാഹം കഴിക്കണം എന്നാവശ്യപ്പെടും. അവർ കുടുംബം ഉപേക്ഷിച്ച് ഇറങ്ങി വരും, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, എന്നിട്ട് അവരെ കൊല്ലും. ഈ കഥ കേട്ടപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ആശങ്കപ്പെട്ടവരുണ്ട്. ന്യൂസ് എറ്റോസിലെ റിവ്യൂവിൻ്റെ താഴെ വന്ന ചില കമൻറ്റുകൾ ഇപ്പോഴും കാണാം. അത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താണ്. എന്തിനാണ് രാഹുലിനെ പറയുന്നത്, മാങ്കൂട്ടത്തിലിനെ പറയുന്നത് എന്നെല്ലാമുള്ള തെറി കമൻറ്റുകൾ. ഇപ്പോൾ ഓർക്കാൻ ഒരു കാരണമുണ്ട്. സമകാല സംഭവങ്ങൾ സിനിമയേക്കാൾ ക്രൂരമാണ് എന്ന് നമ്മുടെ മുന്നിലേക്ക് പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം ഓർത്തത്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ ഇവിടെ ഒരു MLA-ക്കെതിരെയാണ് പരാതിയും അറസ്റ്റും. സെയിം കഥ, ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്ത്രീയെ കൊല്ലില്ല, പകരം ഗർഭിണിയാക്കി ഗർഭത്തിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ നിർബന്ധിച്ച് ആവശ്യപ്പെടുകയും ചെയ്യിക്കുകയും നിർബന്ധിച്ച് കൊല്ലിക്കുകയും ചെയ്യും. ഇതാണ് പരാതി. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നതൊക്കെ പഴഞ്ചൊല്ലാണ്. ഇപ്പോൾ അതൊക്കെ നടക്കില്ല എന്നുള്ള നറേറ്റീവ് നമ്മുടെ മുമ്പിലുണ്ട്. പല സംഭവങ്ങളുണ്ട്. എന്നാൽ നിയമ സംവിധാനങ്ങളെയും കോൺഗ്രസ് MLA എന്ന അധികാരത്തിൻ്റെ സാധ്യതകളെയും ഉപയോഗിച്ച് അയാൾ നിരന്തരം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടെ അയാൾക്കൊരു പിടി വീണിരിക്കുന്നു. ആ പിടിവീണ സാഹചര്യമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. എല്ലാ വിമർശനങ്ങൾക്കും എല്ലാ പരാതികൾക്കും എല്ലാ അധിക്ഷേപങ്ങൾക്കും ഒക്കെ നേതൃത്വം നൽകിയ ഈ MLA ആ പരാതികളൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് വീണ്ടും മുന്നിലോട്ട് വരികയായിരുന്നു. PJ കുര്യൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ കൊണ്ട് പരസ്യമായി അനുകൂല പ്രസ്താവന പുറപ്പെടുവിപ്പിച്ചും സൈബർ തെമ്മാടികളെ കൊണ്ട് പ്രശംസാവാക്യങ്ങൾ എഴുതിപ്പിച്ചും പരാതിക്കാരെയും വിമർശിക്കുന്നവരെയും തെറി വിളിപ്പിച്ചും വീണ്ടും തെരഞ്ഞെടുപ്പ് മത്സരത്തിനുള്ള അരങ്ങ് അയാൾ ഒരുക്കി വരികയായിരുന്നു. എന്നാൽ ഭ്രൂണത്തിൻ്റെ DNA തെളിവടക്കം സൂക്ഷിച്ചു വെച്ച ഒരു മൂന്നാം പരാതിക്കാരി ഈ പെൺവേട്ടക്കാരനെ രക്ഷപ്പെടാനാവാത്ത വിധം കുരുക്കി. പാതിരാത്രി പഴയ പെട്ടി നാടകത്തിലൂടെ ഇമേജ് വർദ്ധിപ്പിച്ചെടുത്ത പാലക്കാട്ടെ ആ വമ്പൻ ഹോട്ടലിൽ നിന്ന് തന്നെ പോലീസ് അയാളെ പൊക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി. പരാതിക്കാരി വിദേശത്താണ്. ഇമെയിൽ വഴി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് അതീവ രഹസ്യമായ അന്വേഷണവും അറസ്റ്റും. ഇത്തവണയും വിവാഹിതയായ യുവതിയുമായി അടുപ്പം സ്ഥാപിച്ചു. വിവാഹബന്ധത്തിലെ പ്രശ്നം കൈകാര്യം ചെയ്യാനെന്ന മട്ടിൽ നിരന്തരം ബന്ധപ്പെട്ടു. മറ്റു രണ്ട് പരാതിയിലെയും പോലെ തന്നെ വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത് ഗർഭം വേണം എന്നാവശ്യപ്പെട്ട് ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ചു. പിന്നീട് ബലാത്സംഗം, ഗർഭഛിദ്രത്തിന് പിന്നീട് നിർബന്ധിക്കൽ, പിന്നെ ശാരീരിക പീഡനം, അടി, അധിക്ഷേപം. മൂന്നാമത്തെ പരാതിയിൽ ഒരു പുതിയ ആരോപണം കൂടി തെളിവ് സഹിതം പോലീസ് കണ്ടെത്തി. പണസമ്പാദനം. ബ്ലാക്ക്മെയിൽ ചെയ്ത് 50 ലക്ഷത്തോളം രൂപ സമ്പാദിച്ചു. പാലക്കാട്ട് ചാനലുകൾ വഴി ആഘോഷിച്ച ഫ്ലാറ്റ് പാലുകാച്ചൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. വളരെ വലിയ ഹീറോയിസ്റ്റിക്കായ പാലുകാച്ചൽ. ആ ഫ്ലാറ്റ് വാങ്ങാനും ചെരുപ്പ് മുതൽ അണ്ടർവെയർ വരെ ആഡംബര വസ്തുക്കൾ വാങ്ങാനും പിന്നെ സ്വന്തമായൊരു ഫ്ലാറ്റ് വാങ്ങാനുമുള്ള പണം കൈക്കലാക്കി. അതിൻ്റെ പേരിൽ പണം കൈമാറിയതിൻ്റെ തെളിവുകളടക്കം യുവതി പോലീസിന് നൽകി. വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ മൊഴിയെടുത്ത് നേരിട്ട് മൊഴി നൽകാനുള്ള തീരുമാനവും കൈക്കൊണ്ട് പോലീസ് നേരെ പാലക്കാട്ടെ ഹോട്ടലിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി തൻ്റെ പതിവ് സങ്കേതത്തിൽ ഇതൊന്നും അറിയാതെ അടുത്ത ഇരയെ കാത്തിരിക്കുകയായിരുന്നോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഇരിക്കുകയായിരുന്നു പ്രതി. ഉറങ്ങാതെയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഒളിവിൽ പോകാനുള്ള ആലോചന പോലും നടത്താനുള്ള സമയം പോലീസ് അയാൾക്ക് കൊടുത്തില്ല. പതിവ് പോലെ സ്ത്രീ വേട്ടകളുടെ ആരാധകരായ സൈബർ പ്രഡേറ്റർമാരെ വിളിച്ചുകൂട്ടി ബഹളം വെച്ച് രക്ഷപ്പെടാനുള്ള സമയവും നൽകിയില്ല. അണ്ടർ അറസ്റ്റ്. ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം SIT അയാളെ പിടിച്ചുകൊണ്ടുപോയി. 2005 രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നത്. ബലാത്സംഗം ചെയ്തു എന്നും ഗർഭഛിദ്രം നടത്തിയെന്നുമുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. എന്നാൽ ആരോപണങ്ങൾ വ്യാപിച്ചതോടെ രാഹുൽ സൈലന്റായി, വേദികളിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനായി. പിന്നീട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തലപൊക്കി. എന്നിട്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹൂ കെയേഴ്സ് എന്നും പറഞ്ഞ് വെല്ലുവിളിച്ച് രംഗത്തിറങ്ങി. പിന്നാലെ അയാൾക്കെതിരായ തെളിവുകളുടെ ഫോൺ സംഭാഷണങ്ങൾ കുരുക്കായി പുറത്താറി. ഒന്നിലധികം പേരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ഗർഭഛിദ്രം നടത്തിക്കുകയും ചെയ്തുവെന്നും അതുമൂലം MLA അയാളുടെ അധികാര സാധ്യതകൾ ഉപയോഗിച്ച് അവരെ തിരിച്ച് മൗനികളാക്കാൻ ശ്രമിക്കുന്നു എന്നുമുള്ള ആരോപണങ്ങൾ ഈ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കപ്പെട്ടു. കേരളം കേൾക്കാത്ത കഥകൾ നമ്മൾ കേട്ടു. നാടാകെ ഞെട്ടി. കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിച്ചു നിർത്തി. ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി തന്നെ അയാൾക്ക് വേണ്ടി രംഗത്തിറങ്ങി. എതിർത്ത് നിന്ന VD സതീശനും രമേശ് ചെന്നിത്തലയും മുതൽ KC വേണുഗോപാലിന്റെ ഭാര്യ അടക്കമുള്ള വനിതകളടക്കമുള്ളവർക്കെതിരെ കോൺഗ്രസിന്റെ തന്നെ സൈബർ വിങ് സൈബർ ആക്രമണം അഴിച്ചുവിട്ടു. അപകീർത്തി പരിപാടിയാക്കി മാറ്റി. സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. പരാതിക്കാർ നേരിട്ട് വരാതായതോടെ അന്വേഷണം വഴിമുട്ടി. വീണ്ടും രാഹുൽ രാഷ്ട്രീയത്തിൽ സജീവമായി. മണ്ഡലത്തിലെത്തി ഇരകളെ അധിക്ഷേപിക്കും വിധം പെരുമാറി. എന്നാൽ 2025 നവംബർ 27
പീഡനത്തിനിരയായ യുവതികളിൽ ഒരാൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി. രേഖാമൂലം ലഭിച്ച ആദ്യത്തെ പരാതി. ഇതോടെ കഥ വീണ്ടും മാറി. രാഹുൽ പെട്ടെന്ന് തന്നെ ഒളിവിൽ പോയി. ന്യായീകരണങ്ങളുമായി രാഹുലും സൈബർ സേനയും രംഗത്തിറങ്ങി. പിടിച്ചു നിൽക്കാൻ കഴിയാതായതോടെ കോൺഗ്രസ് നേതൃത്വം നടപടിക്ക് ഒരുങ്ങി. സസ്പെൻഷൻ പ്രഖ്യാപിച്ചു. ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി. അതിനിടെ മറ്റൊരു യുവതിയുടെ പരാതി പിന്നാലെ എത്തി. ആ പരാതി KPCC നേതൃത്വത്തിനും നൽകി. സണ്ണി ജോസഫിന് നേരിട്ട് മെയിലിൽ നൽകി. എന്നാൽ പരാതിക്കാരിയുടെ ഐഡന്റിറ്റിയിലും പരാതിയിലും KPCC പ്രസിഡന്റ് ഗൂഢാലോചന സംശയിച്ച് അധിക്ഷേപിച്ച് പരസ്യ പ്രസ്താവന നടത്തി. പക്ഷേ രാഹുലിനെ പുറത്താക്കേണ്ടി വന്നു. രണ്ടാം ബലാത്സംഗ കേസ് അങ്ങനെ വന്നു. ഒടുവിൽ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് തൽക്കാലം വിലക്കിയതോടെ രാഹുൽ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമായി. ആരാധകർ വേട്ടപ്പട്ടികളായി പരാതിക്കാരെയും രാഹുൽ വിമർശകരെയും ആക്രമിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ഡിസംബർ 11 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഒളിവിൽ നിന്ന് പുറത്തിറങ്ങി രാഹുൽ എത്തി. 2026 ജനുവരി 6 ആദ്യ കേസിലെ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ പരാതി രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് ലഭിച്ചു. പിന്നാലെ BJP നേതാവായ യുവാവിനെ BJP പുറത്താക്കുന്ന വിചിത്രമായ കാഴ്ചയും കണ്ടു. രാഹുലിനെതിരായ പരാതിയിൽ BJPയുടെ നടപടി എങ്ങനെയുണ്ട്? രാഹുൽ മെല്ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാനുള്ള ഓപ്പറേഷൻ ആരംഭിച്ചു. കുര്യനെ കൊണ്ട് തന്നെ തിരിച്ചെടുപ്പിക്കാനുള്ള പ്രസ്താവന പുറപ്പെടുവിപ്പിച്ചു. അങ്ങനെയിരിക്കെ മൂന്നാമത്തെ പരാതി SITക്ക് മുന്നിൽ എത്തുന്നു. ഒടുവിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങളെത്തി. കേരളം കണ്ട ഏറ്റവും ക്രൂരനായ സ്ത്രീ വേട്ടക്കാരന്റെ വിവരങ്ങളാണ് ആ പരാതികളിലും എല്ലാം ഉള്ളത്. മിക്കവാറും ഒരേ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങൾ. രാഷ്ട്രീയത്തെ കുറ്റകൃത്യത്തിനുള്ള ഒരു മറയാക്കി ഉപയോഗിച്ച ക്രിമിനലിന്റെ കഥയാണ് പരാതികൾ പറയുന്നത്. അതിന് സംരക്ഷണമൊരുക്കി വമ്പൻ നേതാക്കളുടെ സഹായം. ഒടുവിൽ പിടിക്കപ്പെട്ടപ്പോൾ തള്ളിപ്പറയുക പോലും ചെയ്യാതെ നടപടിയെടുത്തു എന്നും പറഞ്ഞുള്ള ഒഴിഞ്ഞുമാറൽ. എതിരാളികളെ തെറിവിളിക്കൽ പ്രധാന യോഗ്യതയായി പ്രധാന സ്ഥാനത്തേക്കെത്താനുള്ള മാർഗമായി കണ്ട കുറേ നേതാക്കളിൽ ഒരാൾ. രാഹുലിനെ എല്ലാത്തിനും ഉപയോഗിച്ചു. രാഹുൽ ആ രാഷ്ട്രീയ വേദിയെ പക്ഷേ തിരിച്ചുപയോഗിച്ചു. തലതൊട്ടപ്പനായ VD സതീശൻ മുതൽ ഷാഫി പറമ്പിൽ വരെ സമൂഹത്തിന് മുന്നിൽ നഗ്നരായി നിൽക്കുകയാണ്. ഈ രാഷ്ട്രീയ നേതാവിൻ്റെ വരവിലും ഉയർച്ചയിലും അയാൾക്ക് കൊടുത്ത പദവികളിലും ഒന്നും ഉത്തരമില്ലാതെ. ഈ സാഹചര്യം കോൺഗ്രസിൽ തന്നെ ആഭ്യന്തരമായി എതിർപ്പുകൾ വിളിച്ചു വരുത്തിയിരുന്നു. ആത്മാഭിമാനമുള്ള വനിതാ നേതാക്കൾ എതിരെ രംഗത്തെത്തിയിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് സജ്ന B സാജൻ. നിരവധി സൈബർ ആക്രമണത്തിന് വിധേയമായിട്ടും നിലപാടിൽ നിന്നും പുറകോട്ട് പോകാത്ത ഒരു നേതാവ്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ നേതാവായി തുടരുന്ന സജ്ന ഈ അറസ്റ്റിന് ശേഷം ഒരു പ്രതികരണം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: അതീവ ഗൗരവമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുക എന്നത് ഉത്തരവാദിത്തം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നലെകളിലും ഇന്നും പ്രതികരിക്കുന്നത്. കൊടും ക്രൂരതയ്ക്ക് ഇതല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? ഒന്നാണെങ്കിൽ അത് അബദ്ധം, രണ്ടാണെങ്കിൽ അത് കുറ്റം. തുടരെ നടത്തുന്നത് മാനസിക വൈകൃതവും അധികാരം, സംരക്ഷണം ഇവ ഉറപ്പുള്ളതിൻ്റെ അഹങ്കാരവും. ചെന്നതുകൊണ്ടല്ലേ സംഭവിച്ചത് എന്ന ന്യായീകരണ പടയാളികൾ പടച്ചുവിടുന്ന ചോദ്യത്തോട് ഒന്നേ പറയാനുള്ളൂ: മിഠായി നൽകി കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന സൈക്കോപാത്തുകളെ തിരിച്ചറിയാൻ കഴിയാത്ത നാട്ടിൽ പ്രണയം നടിച്ച് ഓരോരുത്തരെയും നശിപ്പിക്കുന്ന ഉന്നത സ്ഥാനീയനെ എങ്ങനെയാണ് ഈ പെൺകുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയുക? സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ പാർട്ടിയിൽ ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എങ്കിലും പറയുന്നത് ശരിയുടെ ബോധ്യമാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ് ആശ്വാസം. അതിജീവിതമാരെ, നിങ്ങൾ പോരാടുക. നിങ്ങൾ പോരാടുന്നത് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവിനോടല്ല. അവർക്ക് എൻ്റെ നേതാക്കളുടെ സംരക്ഷണം ഇല്ല. അവർക്ക് സംരക്ഷണം നൽകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ലക്ഷ്യങ്ങൾ വേറെ ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കുന്നവരെ സ്വന്തം പാളയത്തിൽ എത്തിക്കാനുള്ള പ്രത്യേക കഴിവ് ഉണ്ട് എന്ന് നമുക്കറിയാം. അതേ രാഹുൽ മാങ്കൂട്ടത്തിന്. എന്നാൽ എല്ലാ പേരെയും ആ കണ്ണോടെ കാണരുത്. യൂത്ത് കോൺഗ്രസ് സ്ത്രീപക്ഷ നിലപാടിൽ തന്നെയാണ് എന്നാണ് സജ്ന B സാജൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. പക്ഷേ ഈ ദിവസം മൂന്നാമത്തെ പരാതിമേൽ നടപടി ഉണ്ടായ ഈ ദിവസം മറ്റൊരു പ്രധാന പ്രതികരണം ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടു. ആദ്യം പരാതി നൽകിയ യുവതിയുടെ പ്രതികരണം. ഏറ്റവും വൈകാരിക വേലിയേറ്റത്തോടെയല്ലാതെ ഈ പ്രതികരണം നമുക്ക് കേൾക്കാനോ വായിക്കാനോ കഴിയില്ല. ഏറ്റവും പ്രിയപ്പെട്ട ദൈവമേ, എല്ലാ വേദനകളും വിവേചനങ്ങളും വഞ്ചനകളും സഹിച്ച് സ്വയം അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം തന്ന അങ്ങേക്ക് നന്ദി. ഇരുട്ടിലെ പ്രവൃത്തി എന്ത് എന്ന് നീ കണ്ടു. ലോകം കേൾക്കാത്ത നിലവിളിയും നീ കേട്ടു. ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചെടുത്തപ്പോഴും നീ ഞങ്ങളെ ചേർത്തു പിടിച്ചു. തെറ്റായ പുരുഷനെ വിശ്വസിച്ചതിന്, പിതാവാകാൻ യോഗ്യതയില്ലാത്തയാളെ തെരഞ്ഞെടുത്തതിന് സ്വർഗത്തിലിരുന്ന് ഞങ്ങളുടെ മാലാഖ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരട്ടെ. ആക്രമണങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും സംരക്ഷണം ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട ലോകത്തിൽ നിന്ന് മുക്തരായി അവരുടെ ആത്മാക്കൾ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. ഞങ്ങളുടെ കണ്ണീർ സ്വർഗത്തിലെത്തിയാൽ അവ നിങ്ങളോട് പറയും: നിങ്ങളെ ഒരിക്കലും
ഒരിക്കലും അമ്മ മറക്കില്ല എന്ന്. നിങ്ങളുടെ അസ്തിത്വത്തിന് വിലയുണ്ടായിരുന്നു. നിങ്ങളുടെ ആത്മാവിനും വീണ്ടും കാണും വരെ നിങ്ങളെ ഈ അമ്മ ഹൃദയത്തിൽ സൂക്ഷിക്കും. ആദ്യം പരാതി നൽകിയ യുവതിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. എന്തായാലും ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളാരും രാഹുലിനെ വേദനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. നേരത്തെ പുറത്താക്കി ഇനി അയാളെപ്പറ്റി മിണ്ടില്ല എന്ന സമീപനമാണ് അവർ കൈക്കൊള്ളുന്നത്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. പാർട്ടിക്കുള്ളിൽ മിണ്ടിയ പ്രതിപക്ഷ നേതാവിൻ്റെ ഗതി നമ്മൾ കണ്ടതാണ്. ചെന്നിത്തലയുടെ ഗതി നമ്മൾ കണ്ടതാണ്. KC വേണുഗോപാലിൻ്റെ ഭാര്യ മുതൽ സജ്ന ബി സാജനും താര ടോജോ അലക്സും വരെയുള്ള വനിതാ നേതാക്കൾക്കെതിരെ വരെ നടന്ന സൈബർ അറ്റാക്ക് കണ്ടതല്ലേ. അതുകൊണ്ട് അവർക്ക് മിണ്ടിയാൽ അതിലും വലുത് നേരിടേണ്ടി വരും. ഇപ്പോൾ പാർട്ടിയിലെ വലിയൊരു ശക്തി അയാൾക്കൊപ്പം നിൽക്കുന്നുണ്ട്, അത് തുടരുന്നുണ്ട്. എന്തായാലും അടുത്ത നടപടി എന്താണ് എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. നന്ദി, നമസ്കാരം.